ഹലോ ഗായ്സ്, എല്ലാവരും വിചാരിക്കുന്നുണ്ടാവും ഓണമൊക്കെ കഴിഞ്ഞല്ലോ, പിന്നെ ഇതെന്തിനാ പൂ പറിക്കുന്നത്. അപ്പോൾ നമ്മുടെ കണ്ണൂരല്ല, ഓണം കഴിഞ്ഞാലും നമ്മൾ മകത്തിന് പൂവിടും, ശീബോധി പറിച്ചിട്ടാണ് നമ്മൾ ഇടുക. അപ്പോൾ ഇന്ന് മകം ദിനമാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വീട്ടിലുള്ള പൂക്കളെല്ലാം നമ്മൾ പറിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ആദ്യം കുറച്ച് നമുക്ക് മഞ്ഞ ചെട്ടിപ്പൂ നമ്മൾ കുറച്ച് ചട്ടിയിൽ നട്ടിട്ടുണ്ട്, അതിന് നമുക്കത് പറിച്ചെടുക്കാം. അപ്പം പോകാം വീഡിയോയിലേക്ക്. അപ്പോൾ ഇതാ നമ്മൾ മഞ്ഞപ്പൂവെല്ലാം പറിച്ചു. ഇനി നമ്മൾ ചെട്ടിപ്പൂ പാടത്തേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അവിടെയുള്ള പൂക്കളെല്ലാം നമുക്ക് പറിച്ചെടുക്കണം. അപ്പം ഞാനും നക്ഷത്രയുമാണ് രാവിലെ തന്നെ ഈ പൂവെല്ലാം പറിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ ഓരോന്നായിട്ട് പൂ പറിച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. ഹായ്, ഇന്ന് നമ്മൾ സൂപ്പർ ഒരു വീഡിയോയിലാണ് വന്നിട്ടുള്ളത്. ദാ നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ചെട്ടിപ്പൂപ്പാടത്താണ്. ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്, ഇന്ന് മകമാണ്. അപ്പോൾ മകത്തിന് കുറച്ച് പൂവൊക്കെ പറിച്ചിട്ട് നമ്മൾ അടിപൊളിയായിട്ട് പൂടണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ചെട്ടിപ്പൂപ്പാടത്തേക്ക് നമ്മൾ വന്നതാണ്. അപ്പോൾ നമ്മൾ രണ്ടാളും കൂടിയിട്ട് നമ്മൾ ഈ ചെട്ടിപ്പൂവെല്ലാം പറിക്കാൻ വേണ്ടിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പോകാം, വീഡിയോയിലേക്ക് പോകാം. പറിച്ചോ. തക്കടു. അപ്പം നമ്മൾ ആവശ്യത്തിന് ചെട്ടിപ്പൂ പറിച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചെണ്ടുമല്ലി ഉണ്ട് ഇവിടെ. അപ്പോൾ അത് ഞാനും തക്കടുവും കൂടിയിട്ട് ആ ചെണ്ടുമല്ലിയെല്ലാം പറിച്ചെടുക്കുന്നതാണ്. പിന്നെ അത് കൂടാതെ നമുക്ക് കുറച്ച് കാക്കപ്പൂവെല്ലാം ഉണ്ട്. ഈ ചെണ്ടുമല്ലീൻ്റെ കാര്യമെല്ലാം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാക്കപ്പൂവിനെ പറ്റി എല്ലാം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിന്. കാണാത്തവർ നമ്മുടെ ചെട്ടിപ്പൂ പാടത്തിൻ്റെ വീഡിയോ പോയിട്ട് തീർച്ചയായിട്ടും കാണണം. അപ്പം നമ്മളിവിടെയുള്ള കാക്കപ്പൂവെല്ലാം പറിച്ചെടുക്കുവാണ്. അപ്പോഴത്തേക്ക് നക്ഷത്രേൻ്റെ മാമിമാരെല്ലാം വന്നു. പിന്നെ നമ്മൾ ഇവിടുത്തെ പൂവ് പറിച്ചതിന് ശേഷം നമ്മളെ അതിൻ്റെ കുറച്ച് അപ്പുറം തന്നെ നിറയെ എള്ളുംപൂ ഉണ്ട് എന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എള്ളുംപൂവ്. അപ്പം നമ്മൾ 4 പേരും കൂടി ഇവിടുന്ന് എള്ളുംപൂവെല്ലാം പറിച്ചെടുക്കുന്നതാണ്. ഇപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്ന ഓണപ്പൂക്കളെന്ന് വിചാരിച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെയുള്ള നമ്മളെ വീടിൻ്റെ പരിസരത്തൊക്കെയുള്ള പൂക്കൾ മാത്രം പറിച്ചിട്ടുള്ള ഒരു പൂക്കളമാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി തന്നെ പൂക്കളൊക്കെ പറിച്ചെടുത്തു. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഇനി വീട്ടിൽ കൊണ്ടുപോയിട്ട് വേണം നമ്മൾ വേർതിരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പം നമ്മളെല്ലാം കൂടി ഒരു കവറിൽ നിറച്ചെടുത്തിട്ടാണുള്ളത്. ഇനി ഇത് നമ്മൾ വീട്ടിൽ കൊണ്ടുപോയിട്ട് ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ച് മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോ കാണാത്ത എല്ലാ ആൾക്കാരും തന്നെ നമ്മുടെ വീഡിയോ ഒന്ന് പോയിട്ട് കാണണം. അപ്പോൾ നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ട കാര്യം മറക്കരുത്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ഇത് നമ്മുടെ മുറ്റത്ത് തന്നെയുള്ള ചെമ്പരത്തിയാണ്. അപ്പോൾ ആ ചെമ്പരത്തിയൊക്കെ ഞാൻ പറിച്ചെടുത്തു. പിന്നെ നമ്മൾ അതെല്ലാം എല്ലാവരും കൂടി ഇരുന്നത് വേർതിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളെ ചെട്ടിപ്പൂവെല്ലാം നമ്മൾ മുറിച്ചിട്ടു. പിന്നെ ചെമ്പരത്തി നമ്മൾ മുറിച്ചിട്ടിട്ടാണ് നമ്മൾ ആക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇതാണ് നമ്മുടെ ശീബോധി. ഈ ശീബോധി യൂസ് ചെയ്തിട്ടാണ് മകത്തിന് നമ്മൾ പൂവിടുന്നത്. അപ്പം നമ്മളെല്ലാവരും കൂടി ഇതിൻ്റെ പണിപ്പുരയിലാണ്. അതിനുശേഷം ഇതാ നേതൂട്ടം കണ്ട ഇവിടുന്ന് കളിക്കുന്ന പനിയാണ്, നല്ല പനി. ഞാൻ അവിടുന്ന് പൂക്കൾ ഇടുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ വന്ന് എൻ്റെ മടി കയറി ഇരുന്നിട്ട് പ്രശ്നമില്ലാക്കുന്നുണ്ട്. പിന്നെ ഞാൻ അവനെ ഒരു ഭാഗം മാറ്റി ഇരുത്തിയിട്ടാണ് ഞാൻ ബാക്കിയുള്ള പൂക്കളെ നമ്മൾ റെഡിയാക്കിയത്. അപ്പം നമ്മുടെ മകത്തിൻ്റെ പൂക്കളം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ശീബോധിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ പൂക്കളം റെഡിയായി. അപ്പോൾ നമ്മളെ ഈ പൂക്കളത്തിൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാ ആൾക്കാരും തന്നെ നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കേ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, സി യു.